MLA എന്നയാൾ അധികാരം ഉപയോഗിച്ച് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അത് മനുഷ്യത്വപരമാണോ? ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീ ശരീരത്തോട് അദ്ദേഹം ആദരവ് കാണിക്കുന്നുണ്ടോ? ഞാൻ ഈ കുഞ്ഞിനുമായിട്ട് ലോകത്തെവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്ന് ആ സ്ത്രീ കരഞ്ഞു പറയുന്നത് കേട്ടില്ലേ? ആ സ്ത്രീയുടെ വേദന കേരളത്തിലെ സ്ത്രീകൾ കേൾക്കില്ലേ? ഇതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക്, മഹിളാ കോൺഗ്രസ്സിന് ആ സ്ത്രീക്കൊപ്പം നിൽക്കാൻ തോന്നേണ്ടതല്ലേ? അവരുടെ നിലവിളി, അവരുടെ ഭാഗത്ത് പെശക് കാണാം, പെശകില്ലാതിരിക്കുക, എനിക്കതറിയില്ല, ഞങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരല്ല. പക്ഷെ അവരൊരു കെണിയിൽപ്പെട്ടത് എങ്ങനെയാണ്? എനിക്കൊരു കുട്ടി ഉണ്ടാകണം, നിർബന്ധിക്കുകയാണ്, അവർ വഴങ്ങി. അനിൽകുമാർ, ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യം നേരെ തിരിച്ചാണ്. കോടതി തീരുമാനിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പരാതിക്കാരി കെണിയിൽപ്പെടുത്തിയതാണ്, അങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയും അവരുമായിട്ട് മുഴുവൻ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തതാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതെ, ആ റെക്കോർഡ് ചെയ്ത് വയ്ക്കപ്പെട്ടതിൽ ഉള്ള വാട്സപ്പ് ചാറ്റിൽ നാം കണ്ടതല്ലേ? മാർച്ച് മാസത്തിൽ മുഴുവൻ ചെയ്യാം, ഇവിടെ പറഞ്ഞില്ലേ അത്? അതിൻ്റെ ഭാഗമായി നിന്നിലൊരു കുട്ടി വേണം, അപ്പോൾ പിൽസ് മുഖ്യമാണെന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയണത്? പിൽസ് വേണ്ടതില്ല, അപ്പോൾ ഗർഭിണിയാകുന്നു. അവിടെ വരെയുള്ള കാര്യത്തിൽ വേണമെങ്കിൽ ഇതല്ലെന്ന് പറഞ്ഞു. അത് കോടതി നോക്കട്ടെ, ബാക്കി തെളിവുണ്ടല്ലോ. രണ്ടാം ഭാഗം എന്താണെന്ന് വെച്ചാൽ അവരെ നിർബന്ധിക്കുകയാണ് ഗർഭചിത്രത്തിന്. അപ്പോൾ ഒരിടത്ത് ഗർഭിണിയാവുക, അതിന് നിർബന്ധിക്കുക. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക. അപ്പോഴും വ്യക്തിത്വം അനിൽകുമാർ, ഈ 40-45 മിനിറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അനിൽകുമാർ, അങ്ങ് ഇതുവരെയും ഈ FIR പറയുന്ന പോലെ റേപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. അല്ല, ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചർച്ചയിൽ കോടതിയിലുള്ളൊരു കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്, നിയമബോധമുണ്ട്. അതായത് അനിൽകുമാറിന്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നറേറ്റീവും പോലീസ് കേസും രണ്ടാണെന്ന് തോന്നിപ്പോകുന്നു. അല്ലല്ല, ഒരു കാര്യം മനസ്സിലാക്കും. പോലീസ് കേസ് CPM നറേറ്റീവ് അല്ല. പോലീസ് കേസ് അവരുടെ വാദമാണ്, അല്ലെങ്കിൽ അവരുടെ മൊഴിയാണ്. അത് CPM എന്ത് പഠിച്ചു? ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണ്? അത് കോടതിയിലെ പോലീസും അവരുടെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങളെ കേസിന് മൊഴിയോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിൻ്റെ നിലനിൽപ്പോ തെളിവുകളോ അല്ല പോയിന്റ്. ഞങ്ങളുടെ പോയിന്റ് ഇതാണ്: കോൺഗ്രസിലെ വനിതകൾ ആരോടൊപ്പം? ഇരയ്ക്കൊപ്പമാണോ? കോൺഗ്രസ് നേതാക്കന്മാർ ആരോടൊപ്പം? ഈ വനിതയ്ക്കൊപ്പമാണോ? എന്താണ് ക്വസ്റ്റ്യൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഒന്ന്, അവരെ ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചു, നമ്പർ 1. നമ്പർ 2, ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. നമ്പർ 3, ഗർഭചിത്രത്തിന് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരനായ ഒരു മരുന്ന് കച്ചവടക്കാരൻ്റെ സഹായം തേടി, അയാളെ കൊണ്ട് മരുന്ന് കൈമാറി. 4, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പോരാട്ടം, UDFിൻ്റെ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ നേതാവ് എവിടെയായിരുന്നു? എന്തായിരുന്നു അയാളുടെ പണി? ഇയാളെ വിശ്വസിച്ച് ഏത് കോൺഗ്രസ് അനുവദിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് തുല്യനാണ് ഇയാൾ. രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഒരു വാക്കൂടെ എന്നോട് ക്ഷമിക്കണം, ഒരു വാക്കൂടെ, ഒറ്റ വാക്ക്. ഈ DYSPയുടെ ഒരു കഥ പറയുന്നത് കേട്ടു. DYSPയുടെ കേസ് 10 കൊല്ലം മുമ്പാ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, ഇപ്പോഴല്ല.